ഗ്ലാറ്റിനെയാണ്. ഹായ്, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗ് ഇടുകയാണ്. എനിക്ക് തോന്നുന്നു 2026 തുടങ്ങിയിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. സമയം തീരെ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. കിട്ടിയ സമയത്തൊന്ന് നാട്ടിൽ പോയി, അപ്പൊ അതിന് 1 മാസം അങ്ങനെ പോയി. പിന്നെ ഇവന്റെ ക്ലാസ് കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് നമുക്ക് ടൈം അങ്ങ് വ്ളോഗ് എടുക്കാനുള്ള രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമുക്ക് ലിമുവിന് വെക്കേഷൻ തുടങ്ങി. അപ്പൊ ഞങ്ങളൊന്ന് സെൻട്രൽ ലണ്ടനിലെ ചൈന ടൗൺ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്, ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ല. പക്ഷേ ചൈന ടൗൺ ഒരു രസമാണ്. നമ്മൾ ലണ്ടനിലേക്ക് വരുന്നവർക്ക് 1 മാസം വിസിറ്റ് ഒക്കെ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ചൈന ടൗൺ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ലിമു ഉണ്ട്, ലിമുവിന്റെ കൂടെ എന്റെ ഫ്രണ്ട് ഗ്ലാറ്റിനുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ചേട്ടായി അല്ല, പകരം ശ്രീരാഗാണ്. ശ്രീരാഗിനെ ഇതിനു മുമ്പ് നിങ്ങൾ ഐൽ ഓഫ് വൈറ്റിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കാണിച്ചു തരാം, അവൻ ക്യാമറ തിരിക്കുമ്പോൾ ഞാൻ അവനെ കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പം എലിസബത്ത് ലൈൻ കയറിയിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊരു 3 മിനിറ്റ് നടന്നാൽ നമ്മള് ചൈന ടൗണിലേക്ക് എത്തും. അപ്പൊ ചൈന ടൗൺ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരമായി എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ്. അപ്പൊ ഫുഡ് എക്സ്പ്ലോറേഷൻ പ്ലസ് ചൈന ടൗണും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. ബാ. ശ്രീരാഗി ഒരു ഹായ് പറഞ്ഞേ. ഹായ് ലിമു. ഹായ്. ചൈന ടൗൺ എന്ന് പറയുമ്പോഴേ ഒരു പ്രത്യേക വൈബാണ്. കണ്ടോ, നല്ല അവരുടെ ആ ഒരു റെഡ് ലാൻഡേൺസ് ഒക്കെ. ഇത് ഈ ചൈന ടൗൺ ഈ സ്ട്രീറ്റ് ഫുൾ അവർ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്സ് ആണെങ്കിലും ഇവിടുത്തെ ഷോപ്പുകളാണെങ്കിലും എല്ലാം ആ ഒരു ചൈനീസ് യശ്വാൻ ആ ഒരു രീതിയിലുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ്. അവരുടെ ഷോപ്പുകളിൽ പോലും ആ ചൈനീസിൻ്റെ ആ ഒരു എന്താ പറയുക കൾച്ചർ നമുക്ക് കാണാൻ പറ്റും. രസാട്ടോ കാണാൻ ഇവിടെ നടന്ന്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല അസല് തിരക്കായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും. നമുക്ക് തന്നെ പ്രോപ്പറായിട്ടൊന്ന് ക്യാമറ ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാവരും എന്താ പറയുക, ഇവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ ഫുൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ പോലെ എല്ലാ ദിവസവും പണിക്ക് പോയിട്ട് സൺഡേ മാത്രം വീട്ടിലിരിക്കുന്നതല്ല. ആഴ്ചയിൽ 4 ദിവസം പണിക്ക് പോകും, ബാക്കി 3 ദിവസം അവർ അടിച്ചു പൊളിച്ച് നടക്കും. ഇതാ ഇവിടെ കണ്ടോ, ഇത് മുഴുവനും ഇവരുടെ ഡെസേർട്ട്സും സ്വീറ്റ്സും ചെറിയ ചെറിയ ബേക്കറി ഐറ്റംസും എല്ലാമാണ്. ഞങ്ങളും ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാൻ കയറി. ബഫെ മീലായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ നിന്ന് കഴിക്കാം, അൺലിമിറ്റഡ് ആണ്. അപ്പം നമ്മളും അത്യാവശ്യം കുറച്ച് ന്യൂഡിൽസും എന്താ പറയുക ചിക്കനും, പിന്നെ ഇവിടെ പ്രോൺസ് കുക്ക് ചെയ്തതുണ്ട്, പോർക്ക് ഉണ്ട്. പോർക്കൊക്കെ ഇവിടെ മെയിനാട്ടോ. ഇവരുടെ പോർക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ലിമുവിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച്, അവനങ്ങനെ എല്ലാം ഒന്നും കഴിക്കില്ല, അപ്പോൾ അവന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട്.
ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടോ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 9:30-10 മണി വരെയൊക്കെ നല്ല ഡേ ടൈം ഉണ്ട്. നമ്മളപ്പോൾ കുറച്ച് ഐസ്ക്രീം കാര്യങ്ങൾ ലിമൂനൊക്കെ മേടിച്ച് നമ്മൾ ഇവിടുത്തെ ഒരു സ്വീറ്റ് ഷോപ്പിൽ കയറി. എല്ലായിടത്തും തിരക്കാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കൊന്ന് സമാധാനമായിട്ടൊന്നും കാണാൻ പോലും പറ്റില്ല. അത് കാരണം തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി ലിമൂന്. ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ റിക്ഷക്കാരെ കാണാം കേട്ടോ. അതിനകത്ത് നിറച്ച് ലൈറ്റും പാട്ടുകളൊക്കെ ഇട്ടിട്ട് നല്ല റേറ്റും ആണ്. അവരവിടെ നിന്ന് കറക്കാൻ വേണ്ടി നല്ല അസല റേറ്റ് വാങ്ങിക്കുന്നുണ്ട്. ഇത് ചൈന ടൗണിലെ ഒരു എൻഡിൽ വരുന്ന ഒരു വലിയ അവരുടെ ഒരു ട്രഡീഷണൽ ആർച്ച് വേ ആണ്. ഇവിടെ അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുവേണ്ടി വരണവർ മാത്രം വേറൊരു ഗ്യാങ് തന്നെയുണ്ട് ഇവിടെ. ഞങ്ങള് വഴി നോക്കി വഴി തെറ്റി ഗ്ലാറ്റിനെയാണ് ഇവിടെ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നടന്ന വഴി കൂടെ 2 പ്രാവശ്യം നടക്കണേ. ഇതിപ്പോ ടൈം ലൂപ്പ് പോലെയാണ്. അവള് പിന്നെയും ഈ വഴിയില് ഞങ്ങളിത് 2ാമത്തെ തവണയാണ്. ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ട്യൂബ് സ്റ്റേഷൻ തപ്പി പോണം. സത്യമായിട്ട് ഇവള് ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് ഏതൊക്കെയോ റോട്ടിൽ കൂടെ കയറി എങ്ങാണ്ടോട്ടൊക്കെയോ പോയി അവസാനം നടന്ന് ഞങ്ങൾ ഹാരി പോട്ടർ ബിൽഡിങ്ങിൻ്റെ അവിടം വരെ ഞങ്ങളെത്തി. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യവും ഇല്ല, ഞങ്ങൾക്ക് അപ്പുറത്ത് കൂടിയാണ് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഹാരി പോട്ടർ ആൻഡ് ദ കഴ്സ്ഡ് ചൈൽഡ് ആ ബിൽഡിങ്ങിലെത്തി. ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ല, ക്ലോസ്ഡ് ആയി. പകൽ വരുമാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം, ഹാരി പോട്ടറിൻ്റെതായ കാര്യങ്ങളും സംഭവങ്ങളെല്ലാം കാണാം. നമ്മളപ്പോൾ പുറത്ത് നിന്ന് ബിൽഡിംഗ് ഒക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ഇനിയും വഴി അന്വേഷിച്ച് നടക്കാൻ പോവാണ്. സിറ്റി മാപ്പിൽ റൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വഴി എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് ഗ്ലാറ്റിനേക്ക് മാത്രമേ ഐഡിയ ഉള്ളൂ. അങ്ങനെ തെറ്റി അവസാനം ദാറ്റ് വാസ് എ പെർഫെക്റ്റ് മിസ്റ്റേക്ക് എന്ന് ട്രാഫിക് സിനിമയിൽ പറയണ പോലെ ഞങ്ങളും ചെന്ന് കയറി കൊടുത്തു ദ ഔട്ടർനെറ്റ് ലണ്ടൻ. ഇവിടെ LED സ്ക്രീനിൽ ഈ ഒരു വലിയ റൂമിൽ ഇങ്ങനെ വീഡിയോസും ചെറിയ മ്യൂസിക്കൊക്കെ ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എന്തൊരു റിലാക്സിങ് മൊമെൻ്റ് ആണെന്നറിയാവോ? ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ കിടന്നും ഇരുന്നും നിന്നും ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. ഫ്രീ ആട്ടോ, 10 പൈസയുടെ ടിക്കറ്റ് എടുക്കണ്ട, അകത്ത് കയറി ചെല്ലുക, നമ്മൾക്ക് അത് എൻജോയ് ചെയ്യാം. അപ്പൊ നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് സ്ഥലമൊക്കെ കണ്ട് നല്ല ഒടുക്കത്തെ തിരക്കാണ്. നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ ക്യാമറ ഹാൻഡിൽ ചെയ്യാനും എല്ലാം കൂടി ആയിട്ട് പറ്റുന്നില്ല. അപ്പൊ കുറെ വീഡിയോ ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ വീഡിയോയിലുണ്ട്.
അപ്പൊ ഇനി എപ്പോഴെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം വിത്ത് മീ ലിമു. ബൈ.